കാർമുകിൽ ഭീകരമായി വരും നേരം, കാർമുകിൽ ഭീകരമായി വരും നേരം, കാൺമതോ നിയമത്തിൻ വില്ലാണായതിൽ തീരുമെൻ ഭാരം, കാൺമതോ നിയമത്തിൻ വില്ലാണായതിൽ തീരുമെൻ ഭാരം. മഹിമയിടും പരമേശ പാഹി മാമേശു മഹേശ. പേരിന്റെ പകരമുള്ള മാർക്കൊക്കെ സാധാരണ സംഭവമായി കഴിഞ്ഞു. സാധാരണ സംഭവമായി ഇവിടെ വായിക്കുന്നുണ്ട്. അത് വലങ്കയിലോ നെറ്റിമേലോ കൊടുക്കും. ഞാനിത് പഠിച്ചപ്പോൾ, ശ്രദ്ധിച്ചപ്പോൾ, വായിച്ചപ്പോൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങളിൽ ഞാൻ അടർത്തിയെടുത്ത് എൻ്റെ നോട്ടിൽ ഞാൻ കുറിച്ചിട്ടു. അതായത് ഈ വെരിച്ചിപ്പ് എന്ന് പറയുന്ന ചെറിയ സാധനത്തിനകത്തൊരു ലിഥിയം ബാറ്ററി ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണെന്നൊന്നും നമ്മുടെ ബുദ്ധിക്കകത്ത് കൊള്ളത്തില്ല. കാരണം ഇത്രയും ചെറിയ സാധനത്തിനകത്ത് ഒരു കൊച്ചു ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററി ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ചാർജ് പോകുമ്പം അവര് മാറ്റുകയല്ല, ഈ ബാറ്ററി ലൈഫ് ലോങ് ആയിട്ട് കിടക്കും. പക്ഷെ അത് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. റീചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വായിച്ചു. റീചാർജ് ചെയ്യുന്നത് ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ടാണ് റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെരിച്ചിപ്പ് ബോഡിയിൽ കൊടുക്കുമ്പോൾ ബോഡിയിലെ ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ടാണ് ഇത് റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ അവര് $15 മില്യൺ ചെലവഴിച്ചു. ഏതാണ് ശരീരത്തിലെ ഏറ്റവും നല്ല സ്ഥലങ്ങൾ, 2 സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് റിസർച്ച് ചെയ്തപ്പോൾ അവർ കണ്ടുപിടിച്ചത് അറിയാമോ? ഒന്ന്, ഈ തിരുനെറ്റി തലമുടി വന്ന് ജോയിൻ ചെയ്യുന്ന അവിടമാണ് ടെമ്പറേച്ചർ ഏറ്റവും വേരിയേഷൻ ഉള്ള ഒരു സ്ഥലം. 2, വലങ്കൈയാണ്. ഈ കൈ എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കുക. സോ ദർ ഇസ് വേരിയേഷൻ. അവള് നോക്കുക, $15 ലക്ഷം ചെലവഴിച്ചപ്പോൾ, $1.5 മില്യൺ ചെലവഴിച്ചപ്പോൾ അവർ കണ്ടുപിടിച്ചു നെറ്റിയുടെ തിരുനെറ്റിയും വലങ്കയുമാണ് ഈ ലിഥിയം ബാറ്ററി റീചാർജ് ചെയ്യാനായിട്ടുള്ള ഈ ചിപ്പ് കൊടുക്കാൻ പറ്റിയ സ്ഥലം. അതാ 16-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അത് വലങ്കയിലോ നെറ്റിയിലോ കൊടുക്കും. 16-ാം വാക്യത്തിലുണ്ടല്ലോ, വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയായ മുദ്ര കൊടുക്കും. പ്രവചന കോളത്തിൽ പ്രസിദ്ധന്മാരായ ചിലരൊക്കെയുണ്ട്. അവരുടെ പഠനങ്ങളിലൂടെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഈ 666 കുറിച്ച് ഇവർ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് പരിശോധിച്ചു. മാർക്ക് ഹിച്ച്കോക്ക് എന്ന് പറയുന്ന ഒരു പ്രവചന പണ്ഡിതാവുണ്ട്. മാർക്ക് ഹിച്ച്കോക്ക്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ബുക്കുകളൊക്കെ ലഭ്യമാണ്. അദ്ദേഹം പറയുന്ന അനുസരിച്ച് വാട്ട് ഹി ബിലീവ്സ്, ജീമാട്രിയ അതൊരു സയൻസ് ആണ്. ജീമാട്രിയ നിങ്ങൾ ചിലർ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. ജീമാട്രിയ നിങ്ങൾ കമ്പ്യൂട്ടറിനകത്തൊന്ന് കയറി നോക്കണേ. വാട്ട് ഈസ് ജീമാട്രിയ? 4 ലാംഗ്വേജ്: ഹീബ്രു, ലാറ്റിൻ, ഗ്രീക്ക്, ഇംഗ്ലീഷ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഹീബ്രു, ലാറ്റിൻ, ഗ്രീക്ക്, ഇംഗ്ലീഷ്. ഈ 4 ലാംഗ്വേജിന്റെ ആൽഫബറ്റ്സിന് ഒരു പ്രത്യേക നമ്പർ കൊടുത്തിട്ട് അതൊന്നിച്ച് കൂട്ടുമ്പോൾ ഒരു സംഖ്യ കിട്ടും. ജിമാട്രിയ വളരെ രസകരമാണ് ആ പഠനം. ജിമാട്രിയ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ഒരു ആൽഫബറ്റ്സിന് കൊടുത്തിട്ട് അതിന്റെ ഒരു കണക്ക്. അങ്ങനെ അദ്ദേഹം പറയുന്നത്, മാർക്ക് ഹിച്ച്കോക്ക് പറയുന്നത്, ഈ ഇവിടെ വായിക്കുന്നു അന്തിക്രിസ്തുവിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ 666. അപ്പോൾ ഈ ജീമാട്രിയ അന്തിക്രിസ്തുവിന്റെ പേരിന് ജീമാട്രിയ യൂസ് ചെയ്താൽ 666 വരുമെന്ന് മാർക്ക് ഹിച്ച്കോക്ക് പറയുന്നു. അതവിടെ ഇരിക്കട്ടെ. അടുത്തത് അർണോൾഡ് ഫ്രെച്ചൻബൗം എന്ന് പറയുന്ന ഒരു പ്രവചന പണ്ഡിതാവുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ്. അത് അന്തിക്രിസ്തുവിന്റെ പേഴ്സണൽ നെയിം പ്രൊനൗൺസ് ചെയ്താൽ അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ 666 ആകും. എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട് ലോകത്തിലുള്ള അനേകരുടെ പേരുകൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ 666. ഫോർ എക്സാമ്പിൾ ഹെൻറി കിസിംഗർ 666 കിട്ടും. ലിൻഡൻ ജോൺസൺ 666, ജോൺ എഫ് കെന്നഡി 666 കിട്ടും. ഗോർബച്ച്
ഗോർബച്ചോവ് 666 കിട്ടും. ഇങ്ങനെ ലോകത്തിൽ പ്രസിദ്ധന്മാരായ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരുകളും ഈ വിധത്തിൽ ജിമാട്രി ഉപയോഗിച്ചാൽ 666 കിട്ടും. എന്നാൽ അദ്ദേഹം പറയുന്നത് ഡേ ഓഫ് ദ ലോർഡ്, അതായത് കർത്താവിന്റെ നാൾ വരണം, അന്തിക്രിസ്തു വെളിപ്പെടണം, വെളിപ്പെട്ടു വന്നെങ്കിൽ മാത്രമേ ഇവൻ ആരാണെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുള്ളൂ. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. ദൈവവചനം 18-ാം വാക്യത്തിൽ വായിക്കുന്നില്ലേ? ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യന്റെ സംഖ്യയാണ്, അതിന്റെ സംഖ്യ 666. അപ്പോൾ പീഡന കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ദൈവവചനം ശ്രദ്ധിക്കുന്ന ആളുകള് ഈ അന്തിക്രിസ്തുവിന്റെ പേര് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ 666 വരുമെന്ന് അർണോൾഡ് ഫിച്ചൻബൗൺ പറയുന്നുണ്ട്. അതോടെ നിൽക്കട്ടെ. ഇന്ന് ലോകപ്രസിദ്ധനായ മറ്റൊരു പ്രവചന പണ്ഡിതാവാണ് ജോൺ എഫ് വാൽവുഡ്. ജോൺ എഫ് വാൽവുഡിന്റെ അഭിപ്രായത്തില് 7 എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പൂർണ്ണസംഖ്യയാണ്. വെളിപ്പാട് ദിവസം പഠിക്കുമ്പോൾ മുഴുവൻ 7 7 സഭയുടെ ദൂത്, 7 കാഹളം, 7 ക്രോധകലശം, 7 മുദ്ര, 7 എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. കർത്താവ് തന്നെ 7 എഴുതുവട്ടം ക്ഷമിക്കണം പത്രോസിനോട് പറയുന്നു. ഇങ്ങനെ 7 ദൈവത്തിന്റെ പൂർണ്ണസംഖ്യയാണ്. അപ്പോൾ ഇവൻ ദൈവമെന്ന് നടിക്കും, ദൈവമെന്ന് നടിക്കും. അവൻ ദൈവാലയത്തിൽ ഇരുന്ന് ദൈവമാണെന്ന് പറയും. പക്ഷെങ്കിൽ ഈ ജോൺ എഫ് വാൽവുഡിന്റെ അഭിപ്രായത്തിൽ ദൈവം പറയുകയാണ്, നോ, യു ആർ ഓൺലി 6, യു ആർ എ മൾട്ടിപ്പിൾ ഓഫ് 6. 6 എന്ന് പറയുന്നത് മനുഷ്യന്റെ സംഖ്യയാണ്. ഒറിജിനലി മനുഷ്യനെ സൃഷ്ടിക്കുന്നത് 6-ാം ദിവസമാണ്. അപ്പോൾ യു ആർ ഓൺലി 666, യു ആർ നോട്ട് 777. നീ ദൈവമല്ല, നീ 666 എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതാണ്ട് ഇതേ ചിന്തയാണ് M.R. ഡീഹാൻ. എന്നാൽ എനിക്ക് വളരെ രസകരമായി തോന്നി ഹെൻറി മോറിസ് എന്ന് പറയുന്ന പ്രസിദ്ധനായ മറ്റൊരു പണ്ഡിതൻ. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, അതുപോലെയുള്ള നമ്പറുകൾ ഉണ്ടല്ലോ, ഈ നമ്പറുകളൊക്കെ ഇതിന്റെ മുന്നോടിയാണ്. ഇറ്റ് ഈസ് എ ഫോർറണ്ണർ. ഈ ആന്റിക്രൈസ്റ്റിന്റെ സംഖ്യയുടെ മുന്നോടിയാണ്. ഇതൊരു യൂണിവേഴ്സൽ ബ്രാൻഡിങ് വരുന്നതിന്റെ മുന്നോടിയാണ്. ആഗോളമായി ടാറ്റു കൊണ്ടോ എങ്ങനെയെങ്കിലും ഒരു നമ്പർ കൊടുക്കുന്നതിന്റെ മുന്നോടിയാണ് ഇതെന്ന് അദ്ദേഹം പറയുന്നു. നമുക്ക് കുറച്ചുകൂടെ കടന്ന് ചിന്തിക്കാൻ പോവുകയാണ് നമ്മൾ. പീഡന കാലഘട്ടത്തിൽ ആഡംസ് ക്ലാർക്ക് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഡംസ് ക്ലാർക്ക് എന്ന് പറയുന്ന പണ്ട് ജീവിച്ചിരുന്ന ഒരു വലിയ, ആഡംസ് ക്ലാർക്കിന്റെ കമന്ററി ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന് വലിയ പ്രസിദ്ധനായ ഒരു മനുഷ്യനാണ് ആഡംസ് ക്ലാർക്ക്. അദ്ദേഹം പറയുന്നത് 666 എന്ന് പറഞ്ഞാൽ ദ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് വിൽ ബി an 18 ഡിജിറ്റ് നമ്പർ. 18 ഡിജിറ്റ് നമ്പർ. 6 + 6 + 6 666. 6 + 6 12 + 6 18. അപ്പോൾ 18 ഡിജിറ്റ് ഉള്ളൊരു നമ്പർ ആയിരിക്കും അന്തിക്രിസ്തുവിന്റെ നമ്പർ എന്ന് ആഡംസ് ക്ലാർക്ക്, അത് വളരെ പ്രസിദ്ധനായ ഒരാളാണ്, അദ്ദേഹം അത് പറയുന്നു. ജോൺ എഫ് വാൽവുഡ് വീണ്ടും ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തി. ഇനിയുള്ള ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട്, വളരെ ശ്രദ്ധയോടുകൂടെ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. യാതൊരു തർക്കവുമില്ല. അദ്ദേഹം പറയാണ്, ജോൺ എഫ് വാൽവുഡ്, അദ്ദേഹം ഡാലസ് സെമിനാരിയുടെ പ്രസിഡന്റായി, വളരെ ലോകപ്രസിദ്ധനായ ഒരു ദൈവ പ്രവചന പണ്ഡിതാവാണ്. അദ്ദേഹം പറയുന്നു, ദർ ഇസ് നോ ഡൗട്ട്, ഇന്നത്തെ ടെക്നോളജി ഒരു വേൾഡ് റൂളറിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ, ലോകത്തെ ഒരു ടോട്ടൽ കൺട്രോളിൽ കൊണ്ടുവരുവാൻ എബിലിറ്റി ഉള്ളതാണ് ടെക്നോളജി. ലോകത്തിന്റെ ജനങ്ങളുടെ സംഖ്യകൾ സെൻസസ് എടുക്കാനും അവരെ നിയന്ത്രണത്തിന് വിധേയമാക്കുവാനും ഇന്നത്തെ ടെക്നോളജിയിലൂടെ അത് സാധിക്കും. അദ്ദേഹം അത് പറയുകയാണ്, അദ്ദേഹം അത് വിശ്വസിക്കുന്നു. ജോൺ എഫ് വാൽവുഡ്, ദ പ്രസന്റ് ടെക്നോളജി വിൽ ബി യൂസ് ഫോർ ദിസ്. ഈ ആന്റിക്രൈസ്റ്റിന്റെ ഇതിനു വേണ്ടി, ഈ നിയന്ത്രണത്തിന് വേണ്ടി. ആഗോളമായ ഒരു നിയന്ത്രണമാണല്ലോ. നമ്മൾ 12-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 12-ാം വാക്യത്തില് അവിടെ വായിക്കുന്നു, അത് 1-ാമത്തെ മൃഗത്തിന് മുമ്പാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ വേൾഡ് വൈഡ് അതോറിറ്റി. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഈ മുദ്രയുള്ളവർക്ക് വിൽക്കാനും വാങ്ങാനും സാധിക്കുള്ളൂ എന്നുള്ള ഒരു കൺട്രോളിലേക്ക് വരികയാണ്.
ജോൺ എഫ് ആൽവുഡ് എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞു, ആധുനിക ടെക്നോളജി മൂലം ലോകത്തിന്റെ ജനസംഖ്യയുടെ നിയന്ത്രണം എടുക്കുവാനും ആഗോളമായ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും സാധിക്കും. ഇത് ഒരു ടാറ്റു ആണോ? നമുക്ക് അറിഞ്ഞുകൂടാ. ഇതൊരു ID ചിപ്പാണോ? നമുക്ക് അറിഞ്ഞുകൂടാ. തൊലിയുടെ അടിയിൽ കൊടുക്കുന്ന ഒരു ചിപ്പാണോ? അറിഞ്ഞുകൂടാ. ഏതായാലും ഒരു കാര്യം അറിയാം, 2002 ലോകത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. 2002 മെയ് മാസം 10-ാം തീയതി വെള്ളിയാഴ്ച ലോകത്തിലെ TV-കാരും എല്ലാം NBCയും അതുപോലുള്ള TV മുഴുവൻ അവിടെ കൂടിയിരിക്കുക, ഫ്ലോറിഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. സംഭവം എന്നാന്ന് ചോദിച്ചാൽ, ജേക്കബ്സ് ഫാമിലി, നിങ്ങൾ കേട്ട് കാണും, ജേക്കബ്സ് ഫാമിലി ഇൻ ഫ്ലോറിഡ. ഫ്ലോറിഡയിലുള്ള ജേക്കബിന്റെ കുടുംബം ഓരോരുത്തരും വെരി ചിപ്പ് ഇംപ്ലാന്റ് ചെയ്യുക തൊലിക്കടിയിൽ ഒരു ഇഞ്ചക്ഷനിലൂടെ. അത് ലോകത്തിൽ മുഴുവൻ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി NBC മുതലായ ഈ ബ്രോഡ്കാസ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. വെരി ചിപ്പ് എന്ന് പറയുന്നത് ഒരു തലമുടിയുടെ ഘനമുള്ള ഒരു ചിപ്പ്. നാനോ ടെക്നോളജിയുടെ അതിന്റെ വർധന മൂലം ഒരു സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്ന ഒരു ചിപ്പ്. ആ ചിപ്പ് ഒരു ഇഞ്ചക്ഷനിലൂടെ തൊലിക്കടിയിലിടാം. ദാറ്റ് ഈസ് ആൻ ഐഡന്റിഫിക്കേഷൻ മാർക്ക്. ഒരു കമ്പ്യൂട്ടറിന് അത് വായിക്കാൻ കഴിയും, ഒരു റീഡറിന് അത് വായിക്കാൻ കഴിയും. ഈ ജേക്കബ് കുടുംബത്തിലുള്ള ഓരോരുത്തരുടെയും തൊലിക്കടിയിൽ ഈ ചിപ്പ് കൊടുത്തു. ലോകത്തിൽ അവരെവിടെ ചെന്നാലും അവരെ ട്രേസ് ചെയ്യാം, അവരെ കാണാതെ പോയാൽ അവരെ ട്രേസ് ചെയ്യാം, വീട്ടിലെ മോൾ എവിടെ പോയെന്നുള്ളത് ട്രേസ് ചെയ്യാം. ഈ വെരി ചിപ്പ് ഐഡന്റിഫിക്കേഷൻ കൊടുത്തു. ഇത് 2002 ജേക്കബ്സ് ഫാമിലിയിൽ കൊടുത്തു. ഫ്ലോറിഡയിൽ ഫസ്റ്റിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്തു ഈ ചിപ്പ്. ഇനി നമുക്ക് ഇത് വെച്ചുകൊണ്ട് ചില കാര്യങ്ങളൊന്ന് പഠിച്ചു നോക്കാം. നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. 1974 നമ്മൾ ഓർക്കണം, നമ്മൾ ജീവിക്കുന്നതെന്ന് ഒത്തിരി ദൂരെയല്ല. 74 ഡോക്ടർ ഹെൻറി എൽഡർമാൻ എന്ന് പറയുന്ന അദ്ദേഹം യൂറോപ്യൻ യൂണിയന്റെ എക്കണോമിക്കൽ കമ്മ്യൂണിറ്റിയുടെ ചീഫ് അനാലിസ്റ്റ് ആണ്. അദ്ദേഹം വലിയൊരു മനുഷ്യനാണ്, ഡോക്ടർ ഹെൻറിക് എൽഡർമാൻ. അദ്ദേഹം ഒരു പദ്ധതി ആരംഭിച്ചു. 1974 ഈ യൂറോപ്യൻ യൂണിയനിലുള്ള കോമൺ മാർക്കറ്റിന്റെ ലീഡേഴ്സിനെയും അഡ്വൈസേഴ്സിനെയും ശാസ്ത്രജ്ഞന്മാരെയും വിളിച്ചുകൂട്ടി അദ്ദേഹം ഒരു 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 വിളിച്ചുകൂട്ടിയിട്ട് ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, 6 ഡിജിറ്റുള്ള 18 നമ്പറുള്ള ഒരു പ്രത്യേക പദ്ധതി അദ്ദേഹം പ്ലാൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്താ പ്ലാൻ ചെയ്തതെന്ന് അറിയാമോ? ലോകത്തിലുള്ള എല്ലാ മനുഷ്യനെ നമ്പർ ചെയ്യാൻ ഒരു പദ്ധതി. നമ്മൾ ഓർക്കണം, എത്രയോ നാൾ മുമ്പ് ആഡംസ് ക്ലർക്ക് എഴുതി 666 എന്ന് പറയുന്നത് 6+6+6 അങ്ങനെ 18 ഡിജിറ്റ് ആണെന്ന് അദ്ദേഹം എഴുതി വെച്ചു. എന്നാൽ 74 ഈ യൂറോപ്യൻ യൂണിയന്റെ ലീഡേഴ്സിനെയും അഡ്വൈസേഴ്സിനെയും സയന്റിസ്റ്റുകളെയും വിളിച്ചു വരുത്തിയിട്ട് ഡോക്ടർ എൽഡർമാൻ അൺവെയിൽ ചെയ്യുകയാണ് ഒരു കമ്പ്യൂട്ടർ. ബ്രസൽസിലാണ് 3 നില കെട്ടിടത്തിന്റെ വലിപ്പമുണ്ട് ആ കമ്പ്യൂട്ടറിന്. 3 നില വലിപ്പമുണ്ട് ആ കമ്പ്യൂട്ടറിന്. ആ കമ്പ്യൂട്ടറിന്റെ പേരെന്നാന്നറിയാവോ? ബീസ്റ്റ്. ആ കമ്പ്യൂട്ടറിന്റെ പേര് ബീസ്റ്റ് എന്നാണ്. 1977 അദ്ദേഹം പറഞ്ഞു, ഈ ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായിട്ട് 18 ഡിജിറ്റ്സ് ഉള്ള യൂണിറ്റില് നമ്പർ ക്രമീകരിച്ച് കഴിഞ്ഞു. ഞാൻ ഏതാണ്ട് മനസ്സിലാക്കിയത് ഇങ്ങനെ, 666 ആദ്യത്തെ 6 നമ്പറില് ഏത് രാജ്യമാണ്? കാനഡ. അടുത്ത 6 നമ്പറില് നിങ്ങൾ താമസിക്കുന്ന ബ്രിട്ടീഷ് കൊളംബിയ. അടുത്ത 6 നമ്പറില് നിങ്ങളുടെ നമ്പർ. അപ്പോൾ ഏത് രാജ്യമാണ്, ഏത് സ്ഥലമാണ്, അവിടെയുള്ള ഏതാളാണ്. ഈ 18 ഡിജിറ്റ്സില് 6+6+6 കൊണ്ട് എവറി ഇൻഡിവിജ്വൽ ഇൻ ദ വേൾഡ് ക്യാൻ ബി ഐഡന്റിഫൈഡ്. ചെറിയ കാര്യമാണോ? അദ്ദേഹം അത് അൺവെയിൽ ചെയ്തു. ഈ കമ്പ്യൂട്ടറിനെ അൺവെയിൽ ചെയ്തു.
ആ കമ്പ്യൂട്ടർ അദ്ദേഹം പറഞ്ഞു ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഇത് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് ബൈബിളിലേക്ക് കടന്നു വരാം. നമ്മള് നോക്കിയേ 16-ാം വാക്യം വെളിപ്പാട് ദിവസം 13-16 നോക്കി. ഇനിയുമാണ് ബൈബിൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. വെളിപ്പാട് 13-16 നോക്കിയാട്ടെ. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായി എല്ലാവരുടെയും വലങ്കയിലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയായ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ വഹിയാതെ ആകുന്നു. സൗരിമാരെ, ഞാൻ വർഷങ്ങളായി 40-47 വർഷമായി ബൈബിൾ പ്രവചനം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. പക്ഷെ കുറച്ചു നാളെ ആയുള്ളൂ ആ 16-ാം വാക്യം എനിക്ക് മനസ്സിലായിട്ട്. ആര് കൊടുക്കുമെന്നാ പറഞ്ഞത് ഈ മുദ്ര? ആരാ മുദ്ര കൊടുക്കുന്നേ? നിങ്ങൾ കണ്ടോ? അത് 16-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെ? അതെന്ന് പറഞ്ഞ വ്യക്തിയാണോ സാധനമാണോ? It causes all, both and small and great. What is it? ഗ്രീക്ക് ലാംഗ്വേജിൽ ഹി എന്നല്ല ഇറ്റ് എന്നാണ്. ആ ഇറ്റ് എന്ന് പറയുന്നത് എന്തുവാ? നമുക്ക് അതിന്റെ മുകളിലോട്ടുള്ള വാക്യം വായിക്കാം. 14 വാക്യം. വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കും മൃഗത്തിന് മുമ്പാകെ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും. അടുത്ത വാക്യം, വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യും. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ആരായി കൊല്ലിക്കുന്നേ? ആരായി നമ്പർ കൊടുക്കുന്നേ? ആ 15-ാം വാക്യത്തിൽ എന്താ വായിച്ചേ? മൃഗത്തിന്റെ പ്രതിമയാണ്. പ്രതിമ, ഇമേജ്, ഒരു സ്റ്റാച്ചു ആണ്. പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുകയാണ്. മനുഷ്യന് ആത്മാവിനെ കൊടുക്കേണ്ട ആവശ്യമില്ല, ആത്മാവുണ്ട്. പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുത്തു. അത് ആ പ്രതിമ മനുഷ്യരെ മുദ്രയേൽക്കുമാറാക്കുകയാണ്. ഇവിടെ നോക്കാട്ടെ, ഈ ആത്മാവെന്നുള്ളത് ഗ്രീക്കിൽ ന്യൂമ എന്ന വാക്ക്, PNEUMA, ന്യൂമ. ഒരു ഗോസ്റ്റ് ടൈപ്പ് ലൈഫാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? മൃഗങ്ങൾക്കുള്ള ആത്മാവിന് PSUCH, ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് PSUCH. മനുഷ്യനുള്ള ആത്മാവിന്, ആദാമിന് CHAIYIM, ചെയ്യാം. എന്നാൽ ഇവിടെ പറയുന്ന ആത്മാവുണ്ടല്ലോ, ന്യൂമ എന്ന വാക്ക, അത് ഈ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുക. എനിക്കറിഞ്ഞുകൂടാ, ശാസ്ത്രം വളർന്ന് പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുകയാണ്. ആ പ്രതിമയാണ് മനുഷ്യന് മുദ്രയേറ്റില്ലെങ്കിൽ അവനെ കൊല്ലിക്കാൻ അധികാരം കൊടുക്കുന്നത്. ഈ പ്രതിമ സംസാരിക്കുന്നു. ഞാൻ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ സിഡ്നി ടവർ കയറി. നിങ്ങൾക്ക് വളരെ പരിചയം കാണും. ഞാൻ സിഡ്നി ടവർ വിസിറ്റ് ചെയ്യാനായിട്ട് കയറി മുകളിൽ ചെന്ന് നിൽക്കുക. ഞാൻ നോക്കിയപ്പോൾ എന്റെ മുന്നേ കൂടെ ഒരു തത്ത കിടന്ന് പറക്കുക. ശരിക്കും അത് തത്തയല്ലായിരുന്നു. അത് അവര് 3 ഡയമെൻഷനിലോ മറ്റോ തത്ത പറക്കുന്ന പോലെ കാണിച്ചത്. അപ്പൊ തത്ത കിടന്ന് പറക്കുന്ന പോലെ എനിക്ക് തോന്നി. സയൻസിന്റെ വളർച്ചയാണത്. ഭയങ്കര അൺബിലീവബിൾ. ഒരു തത്ത പറക്കുന്ന പോലെ തന്നെ പറക്കുന്ന നമ്മൾ കാണുക. ഈ പ്രതിമ സംസാരിക്കാൻ അതിന് ആത്മാവിനെ കൊടുക്കുക. ഈ പ്രതിമയാണ് മനുഷ്യന് മുദ്ര കൊടുപ്പിക്കുന്നത്. ഈ പ്രതിമയാണ് മനുഷ്യനെ കൊല്ലിക്കുന്നത്. നമ്മള് ഇവിടെ കണ്ടതുപോലെ ഹെൻറി എൽട്ട്മാൻ 1977 അൺവേലി ചെയ്തതുപോലെ ബ്രസൽസിലുള്ള 3 നില കെട്ടിടമായ ബീസ്റ്റ് എന്ന് പറയുന്ന ഇതാണോ ഇത്? അറിഞ്ഞുകൂടാ. അതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സംതിങ് ലൈക്ക് ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എന്തോ അതുപോലുള്ളതൊക്കെ സംഭവിക്കാൻ പോവുകയാണ്.
ഇവിടെ ഞാനിത് പഠിച്ച് ഈ അടുത്ത സമയത്താണ് നോട്ട് ചെയ്തത്, അന്തിക്രിസ്തു അല്ല നമ്പർ കൊടുക്കുന്നത്, പക്ഷെ അതിന്റെ പ്രതിമയായി നമ്പർ കൊടുപ്പിക്കുന്നത്. പ്രതിമ, ആ പ്രതിമ സംസാരിക്കും, ആ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കും. ആത്മാവെന്നുള്ള വാക്ക് നമ്മൾ കണ്ടു, ആ മനുഷ്യനും മൃഗത്തിനുമുള്ള ആത്മാവിനല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഇത് വേറെ ഒരു ആത്മാവാണ്. ശാസ്ത്രത്തിന്റെ പുരോഗതിയും കള്ളപ്രവാചകന്റെ പ്രവൃത്തിയും മാനവരാശി വളരെ അധികം ഇതിൽ കാപട്യത്തിലേക്ക് വീണു പോകാനുള്ള എല്ലാ സാധ്യതയുമാണ്. നമ്മള് ഇതൊരു ഒരു പ്രത്യേക പഠനമാണ്. നോക്കുക, ലോകത്തില് ഇവിടെ നമ്മൾ വായിച്ചു, പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്ര, അതുള്ളവർക്ക് വിൽക്കാനും വാങ്ങാനോ പറ്റും. ഇത് പഠിക്കുമ്പോൾ പല കാര്യം ഉള്ളതിൽ ഒരു കാര്യം, രാജ്യങ്ങൾ കറൻസി റീപ്ലേസ് ചെയ്യാൻ നോക്കുക. ഇപ്പൊ ഇന്ത്യയിൽ ഞാൻ തന്നെ പേഴ്സണകത്ത് ഒത്തിരി പൈസ വെക്കത്തില്ല, 2 കാർഡ് ഇരിപ്പുണ്ട്, കുറച്ച് പൈസ വെച്ചേക്കും. നിങ്ങൾ സ്വിറ്റ്സർലൻഡിൽ പോയ കടയിൽ ചെന്ന് സാധനം മേടിച്ചാൽ ക്യാഷ് കൊടുത്ത് അവർ പറയും കാശ് വേണ്ടാന്ന് പറയും. ഞാൻ ഫ്ലൈറ്റിൽ വന്നപ്പോഴാണ് മനസ്സിലായത്, ഫ്ലൈറ്റിൽ സാധനം ഒരു സാൻഡ്വിച്ചോ വല്ലതും മേടിക്കുമ്പോൾ പൈസ കൊടുക്കാൻ നോക്കിയാൽ പൈസ വേണ്ട, ഡോളറും വേണ്ട, അവർക്ക് കാർഡിൽ പേയ്മെന്റ് മതി. People are, adjusting to digital currencies. നമ്മൾ കണ്ടില്ലേ അത് വരുന്നത് കണ്ടില്ലേ? ഞാൻ വായിച്ച് മനസ്സിലാക്കി, സ്വീഡനിലൊക്കെ കറൻസിയുടെ അതിന്റെ സർക്കുലേഷൻ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് കുറച്ചു, ഗവൺമെന്റ് തന്നെ കുറച്ചു. ചൈന ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ വണ്ണം ഇതിലേക്ക് വരാൻ തക്കവണ്ണം ക്യാഷ്ലെസ് കറൻസിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇന്ത്യയെ നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഇനിയും വാർത്ത ശ്രദ്ധിക്കുമ്പോൾ നോക്കിക്കോണം, നീതി ആയോഗ് എന്ന് പറയുന്ന 13 മെമ്പേഴ്സ് ഉള്ള ഒരു സംഘടനയുണ്ട്, നീതി ആയോഗ്. അവരുടെ ജോലി എന്നാണെന്നറിയാമോ? കറൻസി രഹിത സമ്പൽ വ്യവസ്ഥിതി കൊണ്ടുവരിക. കറൻസി ഇല്ലാത്ത വാണിജ്യം അവരുടെ പ്രവൃത്തിയാണ്. ഇന്ന് ഇന്ത്യയില് നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു 20-30 വർഷം മുമ്പ് ഇങ്ങനെയായിരുന്നോ കേരളവും ഇന്ത്യയൊക്കെ? ഇങ്ങനെയായിരുന്നോ? ഇപ്പോള് ഏത് കടയിൽ ചെന്നാൽ ഏത് പിള്ളേരുടെ കയ്യിൽ മൊബൈലിനകത്തുനിന്ന് ചില്ലറ വരെ കൊടുക്കുന്നത് കാണാൻ. ചെറിയ പൈസ വേണ്ടല്ലോ, മുഴുവൻ ഇതിനകത്തോടുള്ള ട്രാൻസാക്ഷൻ. അതിനകത്ത് നമ്മൾ ഓർക്കണം, അതൊരു കറൻസി രഹിത സമ്പൽ വ്യവസ്ഥിതിയാണ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? വേൾഡ് ഈസ് മൂവിങ് ടുവേർഡ്സ് ദാറ്റ്. ഇന്ത്യയെ പോലെ, ചൈനയെ പോലെ ഇത്രയും ജനസംഖ്യയുള്ള രാജ്യങ്ങൾ പോലും അതിനുവേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ലോകത്തിൽ അനേക രാജ്യങ്ങളിൽ ഇത് വളരെ അഡ്വാൻസ്ഡ് ആയി. ഞാൻ ഓർപ്പിച്ച പോലെ സ്വീഡനിലൊക്കെ കറൻസി സർക്കുലേഷൻ ഭയങ്കരമായിട്ട് അവർ കുറച്ചു കൊണ്ടുവന്നു. എവറിത്തിങ് ഈസ് ഡിജിറ്റൽ. എന്തിനു വേണ്ടിയാ? നമ്മളിവിടെ കണ്ടോ? ഒരാഗോളമായ സമ്പൽ വ്യവസ്ഥയുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയാണ്. വാട്ട് ഐ ബിലീവ്, ഒരുപക്ഷെ എന്നോട് സമ്മതിക്കാത്തവരുണ്ടായേക്കാം, എന്നെ എതിർക്കുന്നവരുണ്ടായേക്കാം. ഞാൻ 2 കൈയും കൂപ്പി പറയുന്നു, എനിക്ക് അവരോടും എതിർപ്പില്ല, ആരോടും എതിർപ്പില്ല. വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഈസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ കമ്പ്യൂട്ടറൈസ്ഡ്, ഇന്റർനെറ്റ് കമ്പ്യൂട്ടറും കൂടെയുള്ള ലിങ്ക് ചെയ്തുള്ള ഒരു നിയന്ത്രണത്തിലല്ലാതെ ആഗോളമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ നിവൃത്തിയില്ല. ജോൺ ഓഫ് വാൽവുഡ് പറഞ്ഞ പോലെ, the modern technology will bring the senses of people under control. ഹെൻറി നമ്മള് ശ്രദ്ധിച്ചതുപോലെ ഈ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയുടെ ചീഫ് അനാലിസ്റ്റായ ഡോക്ടർ ഹെൻറി എൽഡർമാൻ ഓൾറെഡി അനൗൺസ് ചെയ്തു 1977, 1974 ഒരു 3 നില കെട്ടിടത്തിന്റെ വലിപ്പമുള്ള കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ബീസ്റ്റ് എന്ന് പേരാണ്. ലോകത്തിലുള്ള ജനങ്ങളെ മുഴുവൻ 18 ഡിജിറ്റ്സിൽ നമ്പർ ഉണ്ടാക്കി കഴിഞ്ഞു. ഈ ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരത്തിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രദേഴ്സ്, ഹൗ സീരിയസ് ഇറ്റ് ഈസ് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. വളരെ സീരിയസ് ആയ ഒരു നാളിൽ നമ്മൾ ജീവിക്കുകയാണ്. അതിന്റെ പൂർത്തീകരണത്തിൽ ഏതാണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെർച്വൽ റിയാലിറ്റി, അതായത് ആ ഇമേജ് അല്ലെങ്കിൽ ആ ബിംബം സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു.
ദ വെർച്വൽ റിയാലിറ്റി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓസ്ട്രേലിയയിൽ വെച്ച് തത്തമ്മ പറക്കുന്ന കണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ വെർച്വൽ റിയാലിറ്റിയിലേക്ക് പോവുകയാണ്. മാത്രമല്ല, ഈ പേരിന് പകരമുള്ള മാർക്കൊക്കെ സാധാരണ സംഭവമായി കഴിഞ്ഞു. സാധാരണ സംഭവമായി. ഇവിടെ വായിക്കുന്നുണ്ട്, അത് വലങ്കയിലോ നെറ്റിമേലോ കൊടുക്കും. ഞാനിത് പഠിച്ചപ്പോൾ, ശ്രദ്ധിച്ചപ്പോൾ, വായിച്ചപ്പോൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങളിൽ ഞാൻ അടർത്തിയെടുത്ത് എൻ്റെ നോട്ടിൽ ഞാൻ കുറിച്ചിട്ടു. അതായത്, ഈ വെരി ചിപ്പ് എന്ന് പറയുന്ന ചെറിയ സാധനത്തിനകത്തൊരു ലിഥിയം ബാറ്ററി ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണെന്നൊന്നും നമ്മുടെ ബുദ്ധിക്കകത്ത് കൊള്ളത്തില്ല. കാരണം ഇത്രയും ചെറിയ സാധനത്തിനകത്ത് ഒരു കൊച്ചു ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററി ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ചാർജ് പോകുമ്പം അവര് മാറ്റുകയല്ല, ഈ ബാറ്ററി ലൈഫ് ലോങ് ആയിട്ട് കിടക്കും. പക്ഷെ അത് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. റീചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വായിച്ചു. റീചാർജ് ചെയ്യുന്നത് ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ടാണ് റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെരിച്ചിപ്പ് ബോഡിയിൽ കൊടുക്കുമ്പോൾ ബോഡിയിലെ ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ടാണ് ഇത് റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ അവര് $15 മില്യൺ ചെലവഴിച്ചു. ഏതാണ് ശരീരത്തിലെ ഏറ്റവും നല്ല സ്ഥലങ്ങൾ, 2 സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് റിസർച്ച് ചെയ്തപ്പോൾ അവർ കണ്ടുപിടിച്ചത് അറിയാമോ? ഒന്ന്, ഈ തിരുനെറ്റി തലമുടി വന്ന് ജോയിൻ ചെയ്യുന്ന അവിടമാണ് ടെമ്പറേച്ചർ ഏറ്റവും വേരിയേഷൻ ഉള്ള ഒരു സ്ഥലം. 2, വലം കൈയാണ്. ഈ കൈ എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കുക. സോ ദർ ഇസ് വേരിയേഷൻ. അവള് നോക്കുക, $15 ലക്ഷം ചെലവഴിച്ചപ്പോൾ, $1.5 മില്യൺ ചെലവഴിച്ചപ്പോൾ അവർ കണ്ടുപിടിച്ചു നെറ്റിയുടെ തിരുനെറ്റിയും വലങ്കയുമാണ് ഈ ലിഥിയം ബാറ്ററി റീചാർജ് ചെയ്യാനായിട്ടുള്ള ഈ ചിപ്പ് കൊടുക്കാൻ പറ്റിയ സ്ഥലം. അതാ 16-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അത് വലങ്കയിലോ നെറ്റിയിലോ കൊടുക്കും. 16-ാം വാക്യത്തിലുണ്ടല്ലോ, വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയായ മുദ്ര കൊടുക്കും. ഈ ചിപ്പാണെങ്കിൽ അത് കൊടുക്കുന്നത് ഈ വലങ്കയിലോ നെറ്റിയിലോ ആയിരിക്കും. പിന്നീട് ഇത് ഞാൻ വായിച്ചിട്ട് ഞാൻ കുറിച്ചെടുത്തത് തന്നെ, ഞാൻ വായിച്ചത്. ഒരു ഡോക്ടറിനോട് ചോദിക്കുന്നു, ഡോക്ടർ, ഈ ലിഥിയം ബാറ്ററി ശരീരത്തിൽ ഇരുന്ന് പൊട്ടിയാൽ എന്ത് സംഭവിക്കും? ആ ഡോക്ടർ പറഞ്ഞത് ഞാൻ അതുപോലെ എന്റെ നോട്ട്സിൽ കുറിച്ചെടുത്തു. ഡോക്ടർ പറഞ്ഞു, അത് അങ്ങനെ പൊട്ടുന്ന ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല ശരീരത്തിനകത്തിരുന്ന്. പൊട്ടിയാൽ ശരീരത്തിൽ വലിയ ദുർവ്രണങ്ങൾ ഉണ്ടാകും. ഇനി വെളിപാട് 16:2 നോക്കി. വെളിപാട് 16-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നോക്കി. 1-ാമത്തെ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരായ മനുഷ്യർക്ക് വല്ലാത്ത ദുർഗുണമുണ്ടായി. ദൈവം ഒരു പക്ഷേ ഈ ചിപ്പ് എടുക്കുകയാണെങ്കിൽ, അതാണെങ്കിൽ ആ ചിപ്പിനകത്തുള്ള ലിഥിയം ബാറ്ററി പൊട്ടാൻ അന്ന് ഇടയാകും. അത് പൊട്ടിയാൽ ദുർവ്രണം ഉണ്ടാകും എന്നുള്ളത് പറയുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി ഓർപ്പിച്ചോട്ടെ. ലോകത്തില് വലിയ കമ്പനികൾ, ബാങ്കേഴ്സ്, അവര് വലിയൊരു കോമ്പറ്റീഷനിലാണ്. ദേ ആർ ട്രൈങ് ടു ബ്രിങ് ദ ബെസ്റ്റ് ചിപ്പ് ഓർ ബെസ്റ്റ് കാർഡ്. ഏറ്റവും നല്ല ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ്, അതിന് പകരമുള്ള കാർഡ്, ചിപ്പ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി അവര് $മില്യൺസ് ചെലവഴിച്ചുകൊണ്ടിരിക്കുക. അതിൽ മാസ്റ്റർ കാർഡ് എന്ന് പറയുന്ന കാർഡ് മുന്നിൽ വന്നു കഴിഞ്ഞു. മാസ്റ്റർ കാർഡിന് ഒരു മോണ്ടെക്സ് ID മൈക്രോ ചിപ്പ് ഉണ്ടാക്കി. മോണ്ടെക്സ് ID മൈക്രോ ചിപ്പ്, കൊച്ചൊരു ചിപ്പ്. ആ ചിപ്പിന്റെ പേര് മോണ്ടെക്സ് മൈക്രോ ചിപ്പ് എന്ന്. ഈ മോണ്ടെക്സ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? മോൺ എന്ന് പറഞ്ഞാൽ മണി എന്ന, മോൺ എന്ന് പറഞ്ഞാൽ മണി, ഡെക്സ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് എന്ന്. മണി ഓൺ ദ റൈറ്റ് ഹാൻഡ്, അതിന്റെ പേരാ മോണ്ടെക്സ്. മോണ്ടെക്സ് എന്ന് പറഞ്ഞാൽ മണി ഓൺ ദ റൈറ്റ് ഹാൻഡ്, വലങ്കയിലെ മണി. അതായത് ഞാനിത് വീണ്ടും വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ലോകത്തിലെ ബാഴ്സലോണ, സ്പെയിൻ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ, സ്പെയിനിലെ ബാഴ്സലോണയിലൊക്കെ അനേകരെ മെമ്പർഷിപ്പ് ഉള്ള ഹോട്ടലിലും ഒക്കെ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് ഈ ചിപ്പ് കൈയുടെ തൊടിയുടെ അടിയിലുണ്ട്. ആരും അറിയത്തില്ല, ഒരു കൊച്ചു ഇഞ്ചക്ഷനാ, ഒരു ചെറിയ ചിപ്പ് അവിടെ കയറി കിടക്കുക. യെസ്,
എനിക്ക് തോന്നുന്നു ഇതാ ജേക്കബ് ഫാമിലി കൊണ്ടുവന്നപ്പോ നോക്കിയേ, നമ്മൾ ഈ പടത്തിലൊക്കെ കാണുമ്പോൾ വലുതാ, പക്ഷെ അതൊരു സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്ന ഒരു കുഞ്ഞു ചിപ്പാ സാധനം. യെസ്, വെരി ചിപ്പ് ഉണ്ടോ? യാ, ഇനിയാവും ഈ മോണ്ടെക്സ് എന്ന് പറയുന്നത് മണി ഓൺ ദ റൈറ്റ് ഹാൻഡ്. അപ്പോൾ ഈ ചിപ്പ് എടുത്തു കഴിഞ്ഞവര് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്, ഈ ബാറിൽ കയറി കുടിക്കുക അല്ലെങ്കിൽ ഹോട്ടലിൽ കഴിക്കുക, സാധനം മേടിക്കുക, അവര് തിരിച്ചു പോരുമ്പോൾ അവിടെ ബില്ലൊന്നും പേ ചെയ്യണ്ട, കാർഡ് സ്വൈപ്പ് ചെയ്യാൻ നിൽക്കണ്ട, അവരിങ്ങോട്ട് പോരുമ്പോൾ ഇഞ്ഞ് പോന്നാ മതി, കൈ ഇങ്ങനെ ഒന്ന് കാണിച്ചു പോന്നാ മതി. ആ ചിപ്പ് ഉടനെ അത് ഓട്ടോമാറ്റിക്കലി അതെല്ലാം ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ചെയ്തോളൂ വിതിൻ എ ഫ്യൂ സെക്കൻഡ്സ്. മണി ഓൺ ദ റൈറ്റ് ഹാൻഡ്, മോണ്ടെക്സ് ചിപ്പ്. എനിക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, ഹൗ ഫാർ വി ഹാവ് അഡ്വാൻസ്ഡ്. നമ്മൾ എത്രത്തോളം അഡ്വാൻസ് ചെയ്തു. പക്ഷേ നമ്മളിത് കാണുമ്പോൾ നമുക്കിതൊരു സാധാരണ സംഭവം പോലെ ആയി തീർന്നതിന്റെ കാരണം, ഇൻ അവർ ജനറേഷൻ ദിസ് ഹാസ് ഡെവലപ്ഡ്. നമ്മുടെ കൺമുമ്പിൽ ഇത് കാണുകയാണ്. ഇന്റർനെറ്റും ഈ കമ്പ്യൂട്ടർവൽക്കരണവും ഈ ചിപ്പിന്റെ വരവും ഇതുമൊക്കെ ബാർകോഡും ഒക്കെ, ഇറ്റ് ഈസ് എ കോമൺ തിങ് ബിഫോർ അസ്. But keep it in mind, this is being prepared for Antichrist war. അന്തിക്രിസ്തുവിന്റെ റൂളിന് വേണ്ടി മാത്രമല്ല. ഇന്ന് നമുക്ക് വളരെ ഫെമിലർ, ഇന്ത്യക്കാർക്ക് അറിഞ്ഞുകൂടായിരുന്നു, പക്ഷെ ഇന്ത്യക്കാർക്ക് ഇപ്പോഴറിയാം. ഈ ആധാർ കാർഡ് എന്ന് പറയുന്നത് പേരിന് പകരം ഒരു നമ്പറാ. ജോൺ പി തോമസ് എന്നുള്ള എന്റെ പേരിന്, ജോൺ തോമസ് പൊന്മല എന്നുള്ളതിന് പകരമാണ് എന്റെ ആധാർ നമ്പർ. എന്റെ പേര് പലരും കാണും ഭൂമി, പക്ഷെ ഈ നമ്പറിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് എ യൂണിക് ഐഡന്റിറ്റി നമ്പർ. പേരോ പേരിന്റെ സംഖ്യയോ ആയ നമ്പർ, മാർക്ക്. ഒരു കാര്യം നമ്മൾ ഓർക്കുക, ഈ ലോകം ഏതാണ്ട് ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മളിവിടെ കണ്ടതുപോലെ ഈ കമ്പ്യൂട്ടർവൽക്കരണവും അതോടുള്ള ബന്ധത്തിലുള്ള നിയന്ത്രണത്തിന് ഏതാണ്ട് കാര്യങ്ങൾ ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. മാത്രമല്ല, നമ്മൾ ഇന്ന് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ചിന്തിച്ച പോലെ പകർച്ചവ്യാധികൾ കർത്താവിന്റെ വാക്കുകളിലുണ്ട്. കാലത്തിന്റെ അന്ത്യത്തിൽ ഈ പകർച്ചവ്യാധികൾ ലോകത്തിലാകമാനം ഉണ്ടാകും. ഇന്ന് ഇപ്പൊ പത്രം ഞാൻ എടുത്ത് രാവിലെ ഒന്ന് നോക്കിയപ്പോൾ, ഓടിച്ചു നോക്കിയപ്പോൾ കണ്ടു, ഡൽഹിയില് ഇവിടൊക്കെ ഒന്ന് റിലാക്സ് ചെയ്താ ഇപ്പൊ ഡൽഹിയില് കല്യാണത്തിനൊക്കെ 20 പേരിൽ കൂടുതൽ വരാനൊക്കത്തില്ല. എഗെയിൻ കൺട്രോൾ, കാരണം അതുപോലെ സ്പ്രെഡ് ചെയ്യുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് തുടർന്ന് ചിന്തിക്കാം. മഹിമയിഴും പരമേശ പാഹി മാമേശു മഹേശ. മഹിമയിഴും പരമേശ